തൗഹീദ് ആശയത്തിലുള്ളവർ നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിതികരെ ബിദ്അത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ പുത്തനാചാരം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നു. എന്നാൽ ചില സമയത്ത് അവർ ഷിർക്ക് ചെയ്യുന്നവരാണെന്നും പറയുന്നു. ഒരു ഹദീസ് കോട്ട് ചെയ്തിട്ടുമാണ് അവസാനിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കോട്ട് ചെയ്യുന്നു, ഒരു കാലം വരും അന്ന് സ്വന്തം അയൽവാസിയെ ഷിർക്ക് ആരോപിച്ച് വാളെടുക്കും. ഇത് ശരിക്കും ഇപ്പോൾ തൗഹീദി ആശയമുള്ളവർ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർക്കെതിരെ അല്ലേ ചെയ്യുന്നത് എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം. നമ്മുടെ നാട്ടിൽ മുജാഹിദ് പ്രവർത്തകന്മാർ സമസ്തയുടെ ആളുകൾക്കെതിരെ ശിർക്കാരോപണം നടത്തുകയല്ലേ എന്നാണ്. ഒരിക്കലുമില്ല. സമസ്തയുടെ ആളുകളിൽ എൻ്റെയൊക്കെ അനുഭവപ്രകാരം ഒരു 80% ആളുകളും റബ്ബേ കാക്കണേ എന്ന് പറയുന്നത് പോലെ മുയ്യദ്ദീൻ ശേഖയെ കാക്കണേ എന്ന് പറയുന്നവർ ഇല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. വളരെ അപൂർവം ആളുകളിലാണ് അതേപോലെയുള്ള പ്രാർത്ഥന ഇന്ന് നടക്കുന്നത്. വളരെ വലിയൊരു മാറ്റം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാഹി പ്രബോധകന്മാരുടെ പ്രവർത്തനം കൊണ്ട് വളരെ വലിയൊരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ മുജാഹിദുകളായ ആളുകൾ എന്താണ് പറയുന്നത്? അള്ളാഹ് കാക്കണേ എന്ന് പറയുന്നതിന് ബദൽ മുയ്യദ്ദീൻ ശേഖയെ കാക്കണേ എന്ന് പറയുമ്പോൾ മുജാഹിദുകൾ എന്താ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദുകൾ പറയുന്നത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, കുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ തങ്ങൾ പറയൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്, അവനിൽ ആരെയും ഞാൻ പങ്കു ചേർക്കുന്നില്ല എന്ന് പറയൂ നബിയേ. അപ്പൊ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് തൗഹീദിന്റെ അടയാളവും അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഷിർക്കിന്റെ അടയാളം ഒരാൾ സ്വയം തലയിൽ ഏറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിർവാഹമില്ല. അള്ളാന്റെ ഖുർആനിൽ പറഞ്ഞത് പറയാതിരിക്കാൻ പറ്റൂല്ലോ. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് അള്ളാഹ് ഖുർആനിൽ പറയുമ്പോൾ പ്രാർത്ഥന അല്ലാത്തവരോട് നടത്തിയാൽ അവിടെ ഷിർക്കാവുമെന്ന് അള്ളാഹ് ഖുർആനിൽ പറയുമ്പോൾ ആ ഖുർആനിൽ പറഞ്ഞത് മാത്രം നമ്മൾ പറയുന്നു എന്ന് മാത്രം. ഇനി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മുഹിയദ്ദീൻ മാലയില് ബല്ലേ നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് ബായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ എന്ന് നമ്മൾക്ക് കാണാറുണ്ട്. മുസ്തഫ ഫൈസി അതിന്റെ വിശദീകരണം പറഞ്ഞു. അത്രയും സ്പീഡിൽ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് പോലും ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ള പറഞ്ഞ് നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ 3-ൽ 1 രൂപത്തിലായിരിക്കും ഉത്തരം നൽകുക. ചിലപ്പോൾ അപ്പോൾ തന്നെ ഉത്തരം നൽകും, അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലായിരിക്കും, അതല്ലെങ്കിൽ പരലോകത്ത് അതിന്റെ പ്രതിഫലം നൽകും. ആ രൂപത്തിലാണ് പ്രവാചകൻ പറഞ്ഞത്. എന്നാൽ മുയ്യദ്ദീൻ ശേഖനെ പഠിപ്പിക്കുന്നത് ബല്ലേ നിലത്തൊന്നും എന്നെ വിളിപ്പോർക്ക് വായ് കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്ന് പറഞ്ഞാണ്. വായ കൂടും മുമ്പ് ഉത്തരം ചെയ്യും. ഈ കഴിവ്, അള്ളാഹുവിന്റെ കഴിവ് മുഹിയദ്ദീൻ ശേഖിന് ആരോപിച്ചു എന്നർത്ഥം. അത് മുഹിയദ്ദീൻ ശേഖിന് നല്ല ഒരു ശേഖിനും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല. എന്ത്? ആര് എവിടുന്ന് വിളിച്ചാലും വായ കൂടുമ്പോൾ ഉത്തരം ചെയ്യാൻ കഴിയുക എന്നുള്ളത് മനുഷ്യന്റെ സൃഷ്ടികളുടെ കഴിവിൽ പെട്ടതല്ല. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവൃത്തിയിൽ, അള്ളാഹുവിന്റെ കഴിവിൽ ഇവിടെ പങ്കു ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കത് മനസ്സിലാവാൻ എളുപ്പത്തിൽ നമുക്കൊരു കാര്യം തിരിയാൻ പറ്റും. ഒരു ഷെയ്ഖിനെ വിളിച്ചിട്ട് ഒരാൾ പറയാണ് വായ കൂടുമ്പോൾ ഉത്തരം ചെയ്യില്ലേ, എന്നാ ഷെയ്ഖിനൊന്ന് വിളിച്ചു നോക്കുക. ഇന്ന് വരെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് ഒരു പരമമായൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പൊ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പിന്നെ കിട്ടും, അല്ലെങ്കിൽ പരലോകത്ത് കിട്ടും. ഇങ്ങനെയാണ് അള്ളാഹുവിനെ ഇരിക്കുന്നത്. അപ്പോൾ തൗഹീദിന് നേരെ വിപരീതമായി ലൈസ കമിത്ലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല എന്ന് ഖുർആനിൽ അള്ളാഹ് പറയുമ്പോൾ ഇവിടെ പറയുന്നു എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എന്ത് ചോദിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയും ഷെയ്ഖിന് എന്ന് ഇവിടെ പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന ആളുകൾ സ്വമേധയാ അതിൻ്റെ ആളുകളാകുന്നു എന്നല്ലാതെ നമ്മൾ അതിന് ഉത്തരവാദികളല്ല. ഒരാൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ചെരുപ്പ് മാറിയിട്ട് പോകുമ്പോൾ നമ്മൾ പറയും നിന്റെ ചെരുപ്പല്ല അത് വേറെ ആളെന്താണ് എന്ന് പറയുമ്പോൾ അവൻ എന്നെ കള്ളെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ബഹളുണ്ടാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയുള്ള ഒരു ആരോപണമാണ് മുജാഹിദുകൾ ഷിർക്ക് ആരോപിക്കുന്നു എന്നുള്ളത്. ഒരിക്കലുമില്ല. മുജാഹിദുകൾ 5 നേരം നിസ്കരിക്കുന്ന ഏത് മനുഷ്യരാണെങ്കിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന റസൂലുള്ളാഹ് പറയുന്നവരാണെങ്കിൽ അവന്റെ കൂടെ നമസ്കരിക്കും. അവരെ മുസ്ലിമായി കാണുന്നവരാണ് മുജാഹിദുകൾ. അല്ലാഹു